സ്ഥലം അയ്യപ്പ ബാംഗിൾസിലാണ് കേട്ടോ. ഇവിടുത്തെ ഹോൾസെയിൽ ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അയ്യപ്പ ബാംഗിൾസിൻ്റെ ബാംഗിൾസ് കളക്ഷൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ക്രിസ്മസ് അല്ലേ, അടിപൊളി വളകളും മാലകളും ഒക്കെ ഇട്ട് ചെത്തണ്ടേ. നമുക്ക് ഇന്ന് അയ്യപ്പസിൻ്റെ എല്ലാ കളക്ഷൻസുമാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആദ്യം കാണിച്ചു തരാൻ പോകുന്നത് ക്രിസ്മസ് ഐറ്റംസ് ഒക്കെയാണ്. അതായത് നമ്മുടെ സ്റ്റാർസും അതും ഇതുമൊക്കെ ഉള്ളത്. അപ്പോൾ അത് നമുക്കിവിടെ ഹോൾസെയിലായിട്ടും കിട്ടും, റീറ്റെയിലായിട്ടും നമുക്ക് കിട്ടുവേ. ആദ്യം നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം. അത് ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള ഇവരുടെ തന്നെ ഷോപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഫസ്റ്റ് നിങ്ങളെ ഞാൻ അത് കാണിച്ച് തന്നിട്ട് പിന്നെ ഇതൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ ചിന്നക്കട ബസ് സ്റ്റാൻഡിൻ്റെ അവിടെയായിട്ടാണ് നമ്മുടെ ഈ ഒരു അയ്യപ്പ ബാംഗിൾസ് ഷോപ്പ് ഉള്ളത്. അപ്പം നമ്മുടെ ക്രിസ്മസിന് അടിച്ച് പൊളിക്കാനായിട്ട് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ കറക്റ്റായിട്ട് എല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഷോപ്പ് നടത്തുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നുന്നു എൻ്റെ ഈ ഒരു വീഡിയോ. അതുമാത്രമല്ല നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ടും വന്നിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ അയ്യപ്പ ബാംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. അറിഞ്ഞുകൂടാത്തവർക്ക് അയ്യപ്പ ബാംഗിൾസിലെ ഓണറിനോട് തന്നെ ചോദിക്കാവുന്നതേ ഉള്ളൂ. അയ്യപ്പ ബാംഗിൾസിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇവിടെ എന്ന് പറയുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്കിവിടെ വന്ന് വാങ്ങിക്കാം. ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ക്രിസ്മസിൻ്റെതായ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും എന്ത് പൊടി ഐറ്റംസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് എല്ലാം തന്നെ ഇവിടെ നമുക്ക് കിട്ടും, ഹോൾസെയിലും അതേപോലെ തന്നെ റീറ്റെയിലും. ഓക്കെ, അപ്പോൾ ഞാൻ അതെല്ലാം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ, നമ്മുടെ ക്രിസ്മസിന് ഇടുന്ന ഡ്രസ്സ്, അതേപോലെ ക്രിസ്മസിന് യൂസ് ചെയ്യുന്ന ലൈറ്റ് ഒക്കെ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ വളരെ നല്ലൊരു ഷോപ്പാണ്. ഇവിടുത്തെ ഓണറാണെന്നുണ്ടെങ്കിൽ വളരെ സ്വീറ്റ് പേഴ്സണാണ്, കാരണം നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ദെൻ ഇതൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ വാങ്ങിച്ചു കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാനിവിടെ ഉള്ള സമയത്ത് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കുട്ടികൾ പേരൻസിനെ കൊണ്ട് അടി കൂടിയിട്ടാണ് ഓരോ ഐറ്റംസും ഇവിടുന്ന് വാങ്ങിപ്പിക്കുന്നത് കാണാനായിട്ട് പറ്റിയത് കേട്ടോ. പിന്നെ ലൈറ്റ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട. സ്റ്റാർസ് ആണെന്നുണ്ടെങ്കിലും കിഡു ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ സംഭവം കൊള്ളാം കേട്ടോ ഈ ഒരു ഷോപ്പ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അയ്യപ്പ ബാംഗിൾസിൽ കയറുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ലൈറ്റ് സെറ്റിങ്സ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഗിഫ്റ്റ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടുന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഗിഫ്റ്റ് ഐറ്റംസിനുമൊക്കെ നല്ലൊരു ഇടം തന്നെയാണ് കേട്ടോ. നല്ല വിലക്കുറവുള്ള ഒരു പ്ലേസും കൂടിയാണ് അയ്യപ്പ ബാംഗിൾസ്. ഞാൻ ലൈറ്റ്സിൻ്റെത് ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരികയാണെന്ന് വെച്ചാൽ പല ടൈപ്പ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഏതാണ് നമുക്ക് വേണ്ടുള്ളത് എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ വന്നിരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അടിപൊളിയായിട്ട് എനിക്കിത് കാണിച്ചു തരാൻ പറ്റിയേനെ. പക്ഷേ ഞാനൊരു ഒരു ഉച്ച കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലായിപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നത്. ഞാൻ ഫസ്റ്റ് ഈ ഷോപ്പ് കാണുന്നത് അയ്യപ്പ ബാംഗിൾസിൻ്റെ ഓണർ ചേട്ടൻ കൊണ്ടുവന്ന് എന്നെ കാണിക്കുമ്പോഴാണ് കേട്ടോ. അപ്പം ഞാൻ ആ ഒരു ടൈം എന്ന് പറയുന്ന ഒരു 7 മണിയൊക്കെ ഉള്ള സമയമായിരുന്നു. അപ്പം ആ ചേട്ടൻ കൊണ്ടുവന്ന് കാണിക്കുമ്പോഴത്തേക്ക് ആ നൈറ്റ് വ്യൂവിൽ ഭയങ്കര ലുക്കായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആ ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് ഇപ്പോൾ തന്നെ വീഡിയോ എടുത്തു ആ നൈറ്റ് ലുക്ക് കിട്ടും, കാരണം അപ്പോൾ നമുക്ക് ആ സ്റ്റാർസിൻ്റെയൊക്കെ ആ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് കറക്റ്റായിട്ട് കിട്ടും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കപ്പോൾ തീരെ ടൈമില്ലായിരുന്നു, കാരണം വീട്ടിൽ ട്യൂഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തിരിച്ച് വരേണ്ടി വന്നു. പക്ഷെ പിന്നെ ഞാൻ വന്നിട്ട് വീഡിയോ എടുക്കാൻ വന്നത് ഉച്ചയ്ക്കായിപ്പോയി കേട്ടോ. അതാണ് നിങ്ങൾക്ക് ആ കറക്റ്റ് ആ ലൈറ്റിൻ്റെ വ്യൂസ് എനിക്ക് കാണിച്ച് തരാൻ പറ്റാതായി പോയത്. അപ്പോൾ ഈ ഒരു ഷോപ്പിനകത്ത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. കാരണം ഷോപ്പ് നടത്തുന്നവർക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഞാൻ പറഞ്ഞു റീറ്റെയിൽഡായിട്ടും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും സങ്കടപ്പെടേണ്ടുള്ള ആവശ്യമില്ല, വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഡ്രസ്സസും ഒക്കെ തന്നെ ക്രിസ്മസിന് ഇടേണ്ടുള്ള നമ്മുടെ ഡ്രസ്സസും ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്.
അപ്പം സ്കൂൾ പ്രോഗ്രാംസിനൊക്കെ തന്നെ ട്രീസ് ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങ് വന്നാൽ മതി കേട്ടോ ഈ അയ്യപ്പ ബാംഗിൾസിൽ. അപ്പം നല്ല സുഖമായിട്ട് ചെറിയ ചെറിയ ഐറ്റംസ് പോലും ഇവിടെ ഉണ്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുവേ. മുഖമൂടികളാണെന്നുണ്ടെങ്കിലും ക്രിസ്മസിൻ്റെ ആ കുഞ്ഞി ചെണ്ടകളുടെ ഇതാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ, കുഞ്ഞുമണികൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അങ്ങ് വാങ്ങിക്കാനായിട്ട് തോന്നും. ശരിക്കും എൻ്റെ കുട്ടികളെ വീട്ടിലുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തേനായിരുന്നു. പക്ഷേ എൻ്റെ കുട്ടികളൊക്കെ പലയിടത്ത്, പിന്നെ ഞാൻ എവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് ക്രിസ്മസ് ആഘോഷിക്കാനാണ്. സോ എനിക്കൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ക്രിസ്മസിൻ്റെ ആ ഒരു കുട്ടികൾക്കുള്ള ഡ്രസ്സൊക്കെ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ലൈറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈ കാണിക്കുന്നതൊക്കെ തന്നെ ഇത് ബോയാണ്. അപ്പോൾ ഇത് ക്യൂട്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഓക്കെ, ലൈറ്റ്സൊക്കെ ഇവിടെ കത്തിച്ചിട്ടിട്ടുണ്ട് ഇപ്പോഴും തന്നെ, കണ്ടില്ലേ? പക്ഷേ ഇത് നൈറ്റ് ആയിരുന്നെങ്കിൽ ഭയങ്കര ലുക്കായിരുന്നു കേട്ടോ. ഞാൻ ആ ഒരു 7 മണി സമയത്ത് വന്നപ്പോഴത്തേക്ക് ശരിക്കും നമുക്ക് എന്താ പറയണേ, അതിൻ്റെ ഒരു ഭംഗി കണ്ടും കൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ പർച്ചേസ് സ്റ്റാർസും ഇതേപോലെ ലൈറ്റ്സും ഒക്കെയാണ് പർച്ചേസ് ചെയ്യാൻ വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ടൈമിൽ വേണം വരാൻ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ക്രിസ്മസ് ഐറ്റംസ്. ഇനി ഇത് അയ്യപ്പ ബാംഗിൾസിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പാണ് മഞ്ജു ഫാൻസി. ഇവിടെ ഇത് അയ്യപ്പ ബാംഗിൾസിൻ്റെ തന്നെ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിനി ആ അയ്യപ്പ ബാംഗിൾസിൻ്റെ ബാംഗിൾസ് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. ഇത് റീറ്റെയിൽ ഷോപ്പാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാംഗിൾസിൻ്റെ കളക്ഷൻസ് ഒന്ന് നോക്കാം കേട്ടോ. ഇതൊക്കെ സ്റ്റോൺ കൊടുത്തിട്ടുള്ള നല്ലൊരു വർക്കുള്ള ഒരു ബാംഗിളായിരുന്നു കേട്ടോ. എനിക്ക് പക്ഷേ ഇതിനെക്കാട്ടിയൊക്കെ ഇഷ്ടപ്പെട്ട കിഡു ഐറ്റമാണ് ഈ ഒരു 4 ബാംഗിൾസ്. എൻ്റെ അമ്മോ, എൻ്റെ മനസ്സങ്ങ് കൊണ്ടുപോയി ഈ ബാംഗിൾസ്. ഈ 4 ബാംഗിൾസിൻ്റെ റേറ്റ് അറിയാൻ നിങ്ങൾക്ക് കൗതുകം കാണും അല്ലേ? 750 റുപ്പീസിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞെട്ടിയോ? ഞാൻ ഞെട്ടി. 750 രൂപയ്ക്കാണ് കേട്ടോ ഈ 4 ബാംഗിൾസ് നമുക്ക് കിട്ടുന്നത്. പക്ഷെ കിഡു ഐറ്റം, കാരണം നല്ല ഫിനിഷിങ് വർക്കോട് കൂടിയിട്ടുള്ള കിഡു ഐറ്റമായിരുന്നു. ഇനി ഈ ഒരു മാല സെറ്റോടുകൂടി, അതായത് കമ്മലും ഒക്കെ ഉണ്ട്. എത്ര രൂപയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കണ്ടേ? 300 രൂപയ്ക്കാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അയ്യോ, ക്രിസ്മസിന് പൊളിക്കല്ലേ 300 രൂപയ്ക്ക്. നോക്കിക്കേ, ഇത് സെറ്റോടുകൂടി എന്താ കിഡു ഐറ്റം ആണെന്ന്. അപ്പം ഇവിടുത്തെ ഈ ഒരു സെറ്റിനൊക്കെ തന്നെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ. ഞാൻ നോക്കിയാർക്ക്, കാരണം ബാക്കിയുള്ളിടത്തൊക്കെ പോകുമ്പോൾ ഇതിൽ നല്ല റേറ്റൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. ഇവിടെ നല്ല റേറ്റ് കുറവുണ്ട്. ഇതിന് 300 രൂപയൊക്കെ ഉള്ളൂ ആ ഒരു ഇതിനും. അപ്പോൾ അതുമൊക്കെ കൊള്ളായിരുന്നു കേട്ടോ സംഭവം. ഇതിനൊക്കെ 300 രൂപയേ ഉള്ളൂ, അധികം റേറ്റൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, നല്ല രസമുണ്ടായിരുന്നു. റെഡ് കളറിനകത്ത് ആ മുത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. ഇതിനൊക്കെ തന്നെ വളരെ റേറ്റ് കുറവാണ്. റേറ്റ് കൂടിയതൊന്നും അല്ല, കമ്മൽ ഉൾപ്പെടെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ബാംഗിൾസൊക്കെ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ ഹോൾസെയിൽ ഷോപ്പിൽ കുറച്ചും കൂടി ഇതായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. റീറ്റെയിലിൽ ഞാൻ അധികം എടുത്തില്ല, തിരക്കുണ്ടായിരുന്നു കടയിൽ. ദെൻ ഇതിനാണെന്നുണ്ടെങ്കിൽ വെറും 60 രൂപ മാത്രമേ ഉള്ളൂ. വൈറ്റ് ഫ്രോക്ക് ഇട്ടിട്ട്, റെഡ് ഫ്രോക്ക് ഇട്ടിട്ട് വൈറ്റ് സ്റ്റോൺ ചെയ്തിട്ടാൽ നന്നായിരിക്കും കേട്ടോ ക്രിസ്മസിന്. പിന്നെ ഇവിടെ ഉള്ള കമ്മലുകളുടെ കളക്ഷൻസൊക്കെ ഈ കാണിക്കുന്നതൊക്കെ തന്നെയാണ്. കമ്മലുണ്ട്, അതേപോലെ തന്നെ മാലകളാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പാലക്കയുടെ ലോക്കറ്റ് കൊടുത്തിട്ടുള്ള ഒരു മാലയാണ്. നമ്മുടെ സ്വർണത്തിനോട് കിടപിടിച്ച് നിൽക്കുന്ന ഐറ്റംസൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ആരും അറിയത്തില്ല ഗോൾഡാണോ ഫാൻസി ഐറ്റമാണോ ഇട്ടിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഐറ്റംസൊക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ തന്നെ നല്ല രസമുണ്ടായിരുന്നു, ഈ ലോക്കറ്റും ആ ഒരു ചെയിനും ഒക്കെ കാണാൻ. അയ്യപ്പ ബാംഗിൾസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ മഞ്ജു ബാംഗിൾസും ഉള്ളത്. നമ്മുടെ അയ്യപ്പ ബാംഗിൾസിൻ്റെ ആ ഒരു കിഡ് ലുക്കാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ദെൻ നമുക്ക് വീണ്ടും വരാം. നമ്മുടെ ചെയിൻ ഐറ്റംസ് ആണ് കേട്ടോ, ബ്രേസ്ലെറ്റ് ഐറ്റംസ്. അപ്പോൾ ഇതുമൊക്കെ തന്നെ നല്ല നല്ല മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ. ആ പച്ച കളറിലെ, ആ ഗ്രീൻ കളർ, ആ കണ്ണു പോലത്തത്, അത് കിഡുമായിരുന്നു കേട്ടോ. വാങ്ങിച്ചങ്ങോട്ട് കയ്യിലിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കാണാനായിട്ട്. ഒരു വെറൈറ്റി ബ്രേസ്ലെറ്റ് ആയിരുന്നു, കൊള്ളാവേ. ഞാൻ ഒരുപാട് കോളേജ് സ്റ്റുഡൻസിൻ്റെ കയ്യിലൊക്കെ അത് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. നല്ലൊരു ഐറ്റം ആയിരുന്നു. എനിക്ക് ആ ബ്രേസ്ലെറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അതാണ്. ഇനിയിപ്പോൾ ഹാങ് ചെയ്തതൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും എടുക്കാം.
മാലകളാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല നല്ല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് അതിൻ്റെയൊക്കെ ഉള്ളൊരു വ്യൂസ്. ഇതൊക്കെ തന്നെ നമുക്ക് ഹോൾസെയിലിൽ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങളുടെ ഷോപ്പിലേക്ക് ഇവിടുന്ന് വാങ്ങിച്ചും കൊണ്ട് പോയിട്ട് നമുക്ക് എന്താണ് ഇതേപോലെ നിങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുചെന്ന് വിൽക്കാനായിട്ട് പറ്റും. ഇതൊക്കെ കണ്ടില്ലേ, നല്ല കിടു ഐറ്റംസ് ആയിരുന്നു കേട്ടോ. ഞാൻ കൊതിക്കുന്ന എല്ലാ കമ്മൽ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഈ ടൈപ്പൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയ്യപ്പ ബാംഗിൾസിൻ്റെ ഹോൾസെയിൽ ഷോപ്പ് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടുത്തെ ഈ മാലകളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ആദ്യം നിന്ന ആ ഒരു ഷോപ്പിൻ്റെ അകത്തുള്ള ഹോൾസെയിൽ ഐറ്റംസ്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ നോട്ട്ബുക്കുണ്ട്, പേപ്പറുണ്ട്, പേനയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഫാൻസി ഐറ്റം മാത്രമല്ല ഉള്ളത്. ഹോൾസെയിൽ റേറ്റിനൊക്കെ നിങ്ങൾക്ക് നോട്ട്ബുക്കൊക്കെ വന്നിട്ട് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നല്ല കെട്ടോടുകൂടി നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. മറ്റുള്ള കടകളിൽ നിന്നും എന്തായാലും വില കുറവായിരിക്കും, ഹോൾസെയിൽ ഷോപ്പല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. താഴെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ മുകളിൽ അധികം ഇതല്ലാത്തത് കൊണ്ട് എനിക്ക് നല്ലതായിട്ട് തന്നെ എടുക്കാൻ പറ്റി വീഡിയോ. അപ്പം ഇവിടെ എന്തൊക്കെയാണ് മാലകളൊക്കെ ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഷോപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഹെയർ ക്ലിപ്സ് ആണ്. മാലകളുടെ തന്നെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഈ ഒരു അയ്യപ്പ ബാംഗിൾസിലുള്ളത്. അതായത് ട്രെൻഡി ആയിട്ടുള്ളതും ഓൾഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നേരെ നിങ്ങൾ ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതിയേ. എല്ലാം ഉണ്ട്. അതായത് ബാംഗിൾസ് ആണെന്നുണ്ടെങ്കിലും ബ്രേസ്ലെറ്റ്സ്, ദെൻ മാലകൾ, പിന്നെ ഈ പൂമാലകളൊക്കെ ഇല്ലേ പ്ലാസ്റ്റിക്സിൻ്റെയൊക്കെ അങ്ങനത്തത്, പിന്നെ തിരുപ്പൻ, ദെൻ ഹെയർ ബൺസ് ഒക്കെ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഈ ഒരു ഷോപ്പിലുള്ളതെന്ന്. കാരണം ഷോപ്പ് നടത്തുന്നവർക്ക് ഇത് കാണുമ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടുന്ന് വന്ന് വാങ്ങിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്. ബോർ ആകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും ഞാൻ എല്ലാം തന്നെ വീഡിയോ എടുത്തിട്ടുണ്ടേ. ഓക്കെ, ഇതൊക്കെ നല്ല ഇടയ്ക്ക് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഐറ്റം ആയിരുന്നു. ഇനിയിപ്പം നമുക്ക് എന്താണ് ഈ ഒരു ടൈപ്പ് ബാംഗിൾസ് വേണം എന്നുണ്ടെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. നല്ല ഫിനിഷിങ് വർക്കായിട്ടുള്ള നല്ല ഒറിജിനലിന് വെല്ലുന്ന സാധനങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ, ആ ടൈപ്പ് ബാംഗിൾസിൻ്റെത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹെയർ ക്ലിപ്സ്, ഹെയർ ബൺസ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പം ഞാൻ ഇനി നിങ്ങൾക്ക് പൊട്ട് ഐറ്റം ഇല്ലേ, നമ്മുടെ പൊട്ട്, അതുമൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. പൊട്ടിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര വെറൈറ്റി കളക്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ റിങ്സ് ആണേ. ഓക്കെ, ഇത് വന്നിട്ട് എല്ലാം ഇങ്ങനെ എന്താ പറയുക ഷഫിൾ ചെയ്ത് ഇവിടെ അങ്ങ് നിറയെ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത്. ബോസ് ആണിത് ഹെയറിൽ വയ്ക്കുന്ന. അപ്പം ഇപ്പം എന്താണ് ഞാൻ ഇതിനകത്ത് വീഡിയോ എടുക്കേണ്ടുള്ളത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഞാൻ ഫുള്ളി കൺഫ്യൂഷനായിപ്പോയി. എല്ലാം ഇങ്ങനെ എല്ലാ ഐറ്റംസും ഒരു ഫാൻസി ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും അയ്യപ്പ ബാംഗിൾസിൽ നിങ്ങൾക്ക് വന്നാൽ വാങ്ങിക്കാനായിട്ട് പറ്റും. സോ വേറൊരു ഷോപ്പ് അന്വേഷിച്ച് പോകേണ്ടതായിട്ട് വരില്ല. ഞാൻ പറഞ്ഞല്ലോ, പഴയ മോഡലാണെങ്കിലും പുതിയ മോഡലാണെങ്കിലും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഒന്നിനും നിങ്ങൾക്ക് വേറൊരിടത്ത് പോയിട്ട് ഒരു പർച്ചേസിങ് നടത്തേണ്ടതായിട്ട് വരില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന് പോലും വേറെ ഒരിടത്തേക്ക് നമുക്ക് പോകേണ്ടി വരില്ല എന്നുള്ളത്. കണ്ടില്ലേ, ഈ ഒരു ഐറ്റംസ് ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അയ്യോ, എന്താ പറയുക, ഇത് ഞാൻ പറഞ്ഞല്ലേ പൊട്ട ഐറ്റം. പൊട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഫാഷൻ വേണോ അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഗോപിപ്പൊട്ട് അതൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് പൊട്ടിൻ്റെ കളക്ഷൻസ് കണ്ടപ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. കാരണം ഇത്രയും അധികം കളക്ഷൻസ് ഉണ്ട്. മറ്റേ ഗോപിപ്പൊട്ടിനകത്തൊക്കെ ഇങ്ങനെ മിനിക്കൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ടായിരുന്നേ. പിന്നെ തൊപ്പികളാണെന്നുണ്ടെങ്കിൽ അതുണ്ട്. തിരുപ്പൻ അതും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ അതും ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. കണ്ടില്ലേ, സൂപ്പർ അല്ലേ, കൊള്ളാം കേട്ടോ. എനിക്ക് ഷോപ്പ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു.
വേറെ അങ്ങോട്ടും പോകണ്ടല്ലോ, എല്ലാ ഐറ്റംസും ഇവിടുന്ന് തന്നെ വാങ്ങിച്ചും കൊണ്ട് ഒരു ഷോപ്പിലേക്കുള്ളത് എല്ലാം ഇവിടുന്ന് തന്നെ വാങ്ങിച്ചും കൊണ്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ. നമ്മുടെ കൊല്ലത്തെ എല്ലാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ വരുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ പറയണേ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്ന് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇവിടെ ഞാൻ ഈ ഒരു ഇടത്തൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം കയറുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ ആ കൗതുകത്തോടു കൂടിയാണ് ഇവിടെ എല്ലാം ഓടിച്ചാടി നടന്നത്. പിന്നെയാണെന്നുണ്ടെങ്കിൽ വളയും മാലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആക്രാന്തമാണ്. ഞാൻ ചാടി ചാടി കയറി കാണും, എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് എനിക്കൊരു മോളും കൂടി ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ആക്രാന്തത്തിന് ഒരു കുറവും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഞാൻ പലയിടത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മൽ മാലകളൊക്കെ കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ പെൺമക്കളുള്ളവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൺട്രോളൊക്കെ അങ്ങ് പോകും. കയ്യിൽ കാശില്ല എന്നുണ്ടെങ്കിലും ബാഗിൽ നിന്ന് നുള്ളി പറക്കി എടുത്ത് വെച്ചിട്ട് വാങ്ങിക്കുന്ന കണ്ടീഷൻ വരെ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടിട്ട് തിരിച്ചു വെച്ചിട്ട് വരാനായിട്ട് തോന്നിക്കാറില്ല. അപ്പം ചില്ലറ പൈസ വരെ ഞാൻ പിറക്കി കൂട്ടി വെച്ചിട്ട് ഞാൻ എൻ്റെ മോൾക്ക് കമ്മൽ വാങ്ങിച്ചിട്ടുണ്ട് ചില ടൈമിൽ. കാരണം ചിലപ്പം കംപ്ലീറ്റ്ലി പർച്ചേസ് ചെയ്തിട്ട് കാലി ആവാറുണ്ട്. ആ ടൈമിലൊക്കെയാണ് നുള്ളിപ്പറക്കലൊക്കെ നടത്താറുള്ളത് കേട്ടോ. അപ്പം ബാംഗിൾസിൻ്റെത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മയിൽപ്പീലി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങ് വന്നാൽ മതി കേട്ടോ. ആ മയിൽപ്പീലി കണ്ടാർക്കോ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുലുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, അതൊക്കെ കണ്ടാൽ ഇങ്ങനെ രസമല്ലേ, ക്യൂട്ടല്ലേ. ഓക്കെ, അപ്പോൾ ബാംഗിൾസിൻ്റെയൊക്കെ ഇതാണ് കേട്ടോ ഇവിടുത്തെ കളക്ഷൻസൊക്കെ എന്ന് പറയണത്. അപ്പം കടകളുള്ളവർക്ക് ബാംഗിൾസിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പ്ലെയിൻ ആണെങ്കിൽ പ്ലെയിന്, മറ്റേ ഹാങ് ചെയ്യുന്ന ടൈപ്പ് ആണെങ്കിൽ അത് ഒക്കെ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ സൈസും അവൈലബിൾ ആണ്. അപ്പോൾ പ്ലെയിൻ വളകളോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. അതാണ് ഞാനത് എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കാൻ കാരണം. ഓക്കെ, പ്ലെയിൻ. പിന്നെ ഗോൾഡിൻ്റെ മാത്രമല്ല സിൽവർ ടൈപ്പ് ഉണ്ട്. ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്താ കാണിച്ചു തരേണ്ടുള്ളത്, ഇവിടെ എന്താണ് എടുത്ത് കാണിച്ചു തരേണ്ടുള്ളതെന്ന് എനിക്ക് പോലും അറിയത്തില്ല കേട്ടോ. കാരണം അത്രയധികം ബോക്സിനകത്ത് എല്ലാ മോഡൽസും അടുക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ്. ഇതൊക്കെ ഹാങ് ചെയ്ത് കിടക്കുന്ന ആ ഒരു ടൈപ്പ് ബാംഗിൾസാണ്. ഇത് വന്നിട്ട് മറ്റേ മെറ്റാലിക് ടൈപ്പിൻ്റെ ബാംഗിളാണ്. പിന്നെ പിന്നെ ഇതും ഹാങ്ങിങ് ഉള്ള ടൈപ്പാണ്. ഇല്ല, ഒരെണ്ണം വീതം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ആ ടൈപ്പ് ബാംഗിളാണിത്. ഇനി വന്നിട്ട് സ്റ്റോൺ കൊടുത്തിട്ടുള്ള ഈ ഒരു ബാംഗിൾ ഭയങ്കര മൂവബിളായിട്ടുള്ള ബാംഗിളാണ്. മിക്ക കടകളിലും ഇത് ഭയങ്കരമായിട്ട് കച്ചവടം നടക്കുന്നത് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാംഗിൾ ഐറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തേത് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റമും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സംഭവം കൊള്ളായിരുന്നു, എനിക്ക് എടുക്കാൻ തീരെ പറ്റുന്നില്ലായിരുന്നു, അടുക്കിന് വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും ഞാൻ ഒരെണ്ണം വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കൊള്ളാം അതിൻ്റെ മോഡൽ കാണാനായിട്ട്. അപ്പം നിങ്ങളെ ഞാനതൊന്ന് എടുത്ത് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് വലിച്ചെടുത്തതാണേ. അപ്പം കിഡു ഐറ്റംസ് ആണ് കേട്ടോ. ഇതൊക്കെ മറ്റേ ജിമ്മിക്കുകളൊക്കെ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നതൊക്കെ ആ ഒരു ടൈപ്പിൻ്റെ ബാംഗിൾസ് ആണ്. ഇതൊക്കെ തന്നെ ഞാൻ കിലുങ്ങോന്ന് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കിയതാണ്, കണ്ടപ്പം കളിക്കാൻ തോന്നി. എന്ന് വെച്ചാൽ ബാംഗിൾസിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്. എന്താണ് വേണ്ടുള്ളതെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ കേട്ടോ, അതാണ് സംഭവം. അപ്പം ഞാനിങ്ങനെ ജസ്റ്റ് അതിങ്ങനെ കിളക്കിയൊക്കെ നോക്കി, ഒരു രസമുണ്ട്. ഇത് വേറൊരു ടൈപ്പ് ബാംഗിളാണ്. അയ്യോ, അങ്ങനെ ബാംഗിൾസൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് വേണം എന്നുള്ളവർക്ക് ഇവിടുന്ന് ഇതും അവൈലബിൾ ആണ്. ഇപ്പോൾ ക്രിസ്മസ് ടൈം അല്ലേ, ചിലപ്പോൾ ഇതൊക്കെ വേണ്ടി വരുമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ അതും കൂടി ചേർത്തിട്ട് അങ്ങ് വീഡിയോ എടുത്തു. പല കളേഴ്സിൽ അവൈലബിൾ ആണ്. റെഡും വൈറ്റും സൂപ്പർബായിരുന്നു. വീണ്ടും ഞാൻ ബാംഗിൾസിൻ്റെ തന്നെ എടുത്ത് നോക്കിയാണ് കേട്ടോ. പ്ലെയിൻ ബാംഗിൾസിനോട് ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു പ്രത്യേക ഇഷ്ടമാണെന്നുള്ളത്. ഇതിപ്പോൾ ഈ ഒരു ടൈപ്പ് മാലകളൊക്കെയാണ് വേണ്ടുള്ളതെന്നുണ്ടെങ്കിൽ അതുമുണ്ട്. ഇത് കുട്ടികളുടെ ബാംഗിൾസാണ്. കണ്ടില്ലേ, കൊള്ളാമല്ലേ? ആ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട്. ഇതും കുട്ടികളുടേത് തന്നെയാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തിട്ട് തീർക്കാമെന്ന് പറഞ്ഞിട്ട് വരുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ കാണുന്നത്. ഇതാണ് ഇവിടെ താഴത്തെ ആ ഒരു ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നോട്ട്ബുക്കിൻ്റെ എല്ലാം ഇതുണ്ടെന്ന്. പിന്നെ തിരക്കൊഴിഞ്ഞപ്പം ഞാൻ എടുത്തതാണ്. ആദ്യമേ ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ഞാൻ വന്ന് കയറിയ ടൈമിൽ ഞാനിതെല്ലാം എടുത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരുവിധം തിരക്കൊഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കറക്കി ഒന്ന് എടുത്തത് നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്.
അല്ലാതെ ഞാൻ വന്ന സമയത്തായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ലായിരുന്നു. സൂചി കുത്താൻ പോലും ഇടവില്ലായിരുന്നു, അത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ അയ്യപ്പ ബാംഗിൾസിൻ്റെ വ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് ഒരു ബൈ.